ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 168. നമ്മൾ 16-ാമത്തെ അധ്യായത്തിൽ 111-ാമത്തെ സൂക്തമാണ് നോക്കുന്നത്. ഇതിലെ ദേവതകൾ ഋബുക്കളാണ്. ഋബുക്കൾ എന്ന് പറയുന്നത് 3 എണ്ണമുണ്ട്. അപ്പം ആധുനിക സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ വീക്ഷിക്കുമ്പോൾ ഋബുക്കൾ എന്നത് പ്രപഞ്ചം ഉണ്ടാകുമ്പോൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? ഏതൊരു സൃഷ്ടി നടക്കുമ്പോഴും ആദ്യം 3 ആക്സസ് വരക്കും. ആക്സസ് ആണ് ഈ പ്രപഞ്ചത്തെ 8 ദിക്കുകളായിട്ടും ഒന്നിക്കിൽ ഒരു പ്രതലത്തെ 4 മാറ്റും, അല്ലെങ്കിൽ ഒരു സ്പേസിനെ 8 മാറ്റും. അത് തന്നെ 3 തരം ആക്സസിലൂടെ 3 തരം പ്ലെയിനിലൂടെയാണ് വിഭജിക്കുന്നത്. ആക്സസ് ആയിട്ട് എടുക്കും, പ്ലെയിൻ ആയിട്ട് എടുക്കും. ഇതെല്ലാം അനലൈറ്റിക്കൽ ജിയോമെട്രി, 3 ഡയമെൻഷണൽ ഇതിലെല്ലാം വരുന്ന മാത്സിൻ്റെ ഒരു ഭാഗമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാക്കി എഞ്ചിനീയറിംഗ് വിഷയങ്ങളെല്ലാം അനലൈസ് ചെയ്യുന്നത്. ഈ അനലൈറ്റിക്കൽ ജിയോമെട്രീൻ്റെ സഹായത്താലാണ്. അല്ലെങ്കിൽ കോർഡിനേറ്റ് ജിയോമെട്രി എന്ന് പറയും. അല്ലെങ്കിൽ 3 ആക്സസിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ 3 പ്ലെയിൻ്റെ, ഈ 3 ആക്സസ് അല്ലെങ്കിൽ പ്ലെയിനാണ് ഋബുക്കൾ എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലാക്കിക്കൊണ്ട് ഈ 3 പേര് ഋഭൂന്ന്, വിഭൂന്ന്, വാചൻ, ഇതാണ് 3 പേര്. ഇവര് അവരുടെ കർമ്മങ്ങളിലൂടെയാണ് ദേവതകളായിട്ട് അംഗീകരിക്കുന്നത്. കാരണം ഏതൊരു എഞ്ചിനീയറിംഗ് വിഷയവും കൈകാര്യം ചെയ്യുമ്പോൾ ഈ ആക്സസ് പ്രധാനമാണ്. അല്ലെങ്കിൽ ഈ ആക്സസിൻ്റെ അടിസ്ഥാനത്തിലേ അതിനെ അനലൈസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി നമുക്ക് 1-ാമത്തെ മന്ത്രത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 111-1. ഋഷി കുത്സൻ, ദേവത ഋഭുക്കൾ, ഛന്ദസ് ഗായത്രി ത്രിഷ്ടുപ്പ്. തക്ഷൻ ഋദ്ധം സുവൃതം വിത്മനാവസതക്ഷൻ ഹരി ഇന്ദ്രവാഹാവൃഷണ്ണുസു. തക്ഷൻ പിതൃഭ്യാം ഋഭവോ യുവദ്വയത്തക്ഷൻ സ്വായ മാതരം സ ചാപുവം. ജ്ഞാനം വഴിയായി കർമ്മങ്ങളിൽ നിയുക്തരായ ഋഭുക്കൾ ഉത്തമമായ രഥം നിർമ്മിച്ചു. ഇന്ദ്രൻ്റെ ഈ ചുറ്റി സഞ്ചരിക്കുന്ന രഥത്തിനു വേണ്ടി കുതിരകളെ നിർമ്മിച്ചു. മാതാപിതാക്കൾക്ക് വേണ്ടി യുവാവസ്ഥയെ പ്രേരിപ്പിച്ചു. പൈക്കുട്ടികളോടുകൂടി വസിക്കുന്നതിനായി തള്ളപ്പശുവിനെയും സഹായിച്ചു. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ജ്ഞാനം വഴിയായി കർമ്മം ചെയ്യുന്ന ഋഭുക്കൾ ജ്ഞാനത്തിലൂടെ, സയൻസിലൂടെ അല്ലെങ്കിൽ മാത്സിലൂടെയാണ് ഋഭുക്കൾ. ജ്ഞാനം വഴി, മാത്സ് എന്നാണ് പറയുന്നത് സയൻസിൻ്റെ ഭാഗം തന്നെയാണ്. ജ്ഞാനം വഴി കർമ്മങ്ങളിൽ ഏർപ്പെടുന്ന ഋഭുക്കൾ ഉത്തമമായ രഥം നിർമ്മിച്ചു. രഥം എന്തിനു വേണ്ടിയാണ്? മുന്നോട്ടേക്കുള്ള പ്രയാണത്തിന്. ഇപ്പം നമ്മൾ ഏത് സയൻസ് മുന്നോട്ടേക്ക് നയിക്കണ്ടെങ്കിൽ ഈ ഋബുക്കളെ ആവശ്യമാണ്. അല്ലെങ്കിൽ അനലൈറ്റിക്കൽ ജിയോമെട്രി അല്ലെങ്കിൽ കോർഡിനേറ്റ് ജിയോമെട്രി ആവശ്യമാണ്. കാരണം ആക്സസിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്പേസിലുള്ള വസ്തുക്കളെയെല്ലാം നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ മുമ്പ് കണ്ടതാണ് അശ്വിനി കുമാരന്മാർ ബലങ്ങളെ, ഒരു ബലത്തെ 2 ആയിട്ട് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ കോമ്പോണൻ്റായി റിസോൾവ് ചെയ്യും. ഹൊറിസോണ്ടൽ കോമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിനനുസരിച്ച്, വെർട്ടിക്കൽ കോമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ വൈ കോമ്പോണൻസിനനുസരിച്ച് റിസോൾവ് ചെയ്യും ഒരു ബലത്തെ. അതുകൊണ്ട് ഒരു ബലം എന്നത് 2ആയിട്ട് തിരിക്കും. അതാണ് അശ്വിനി കുമാരന്മാർ. അവർ യുവാക്കളാണ്. ബലത്തെ അച്ഛനായിട്ട് എടുക്കുകയാണെങ്കിൽ അത് അവരുടെ 2 മക്കളാണ്. അങ്ങനെ റിസോൾവ് ചെയ്തിട്ടാണ് നമുക്ക് ബലങ്ങളെയെല്ലാം അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ.
അല്ലാതെ അനലൈസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അനാലിറ്റിക്കൽ ജോമെട്രി അല്ലെങ്കിൽ ഈ ആക്സസ് ആയിട്ട് തിരിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് പലതും അനലൈസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഋതുക്കളായിട്ട്, ഋതുക്കൾ എന്ന് പറഞ്ഞാൽ ആക്സസാണ് യഥാർത്ഥത്തിൽ 3 ആക്സസാണ്. കാരണം 3 എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞാൽ 3 ആക്സസാകാം, 3 പ്ലെയിനാകാം, ഏതുമാകാം. അപ്പം അതിലൂടെയാണ് രഥം നിർമ്മിച്ചു. രഥം എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കാൻ, ശാസ്ത്രത്തിൻ്റെ മുന്നോട്ടേക്കുള്ള പ്രയാണത്തിന് ഈ രഥം നിർമ്മിച്ചു. ഇന്ദ്രൻ്റെ ഈ രഥത്തിന്, അപ്പം ഇന്ദ്രൻ ഈ രഥത്തിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നു. ഇന്ദ്രൻ കുതിരകളെ ഇതിൽ കെട്ടിക്കൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. കുതിരകൾ എന്ന് പറയുന്നത് ഫോഴ്സാണ്, രഥം ഡയറക്ഷൻ, എങ്ങോട്ടേക്ക് പോകണം, അതിനെ വലിച്ചു കൊണ്ടുപോകുന്നത് ബലങ്ങൾ. അപ്പം ബലങ്ങൾ ഋതുക്കളായിട്ട് ആക്സസിൻ്റെ അടിസ്ഥാനത്തിൽ റിസോൾവ് ചെയ്തിട്ടാണ് അശ്വനി കുമാരന്മാരായിട്ട് ഈ രണ്ടായിട്ട് വിഭജിച്ചിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുക. ഒരു ഉദാഹരണം പറയാം. നമുക്കിപ്പോൾ ഒരു കല്ലുണ്ടെന്ന് വെച്ചാൽ, വലിയൊരു കല്ല്. ഈ കല്ലിനെ പല ആൾക്കാരും പല ഭാഗത്തുനിന്ന് പല ശക്തിയിൽ തള്ളിയാണെന്ന് വെച്ചോളൂ. ഒരാൾ ഇങ്ങോട്ട് തള്ളുക, ഇങ്ങോട്ട് ഒരാൾ. ഈ കല്ല് എങ്ങോട്ടേക്ക് പോകും എന്നുള്ളത് അനലൈസ് ചെയ്യുക. ഒരാൾ തള്ളുന്ന ശക്തിയല്ല അറിയാം, പക്ഷേ എങ്ങോട്ടേക്കാണ് കല്ല് പോകുന്നതെന്ന് കണക്കൂട്ടെടുത്ത് വലിയ പാടാണ്. പക്ഷേ ഇതിനെയെല്ലാം റിസോൾവ് ചെയ്താൽ, ആക്സസിൻ്റെ അടിസ്ഥാനത്തിൽ റിസോൾവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ കല്ല് എങ്ങോട്ട് പോകുന്നു വളരെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇന്ദ്രനാണ് എല്ലാ യജ്ഞങ്ങളും ചെയ്യുന്നത്. യജ്ഞം ചെയ്യുമ്പോൾ ബലങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ഈ ബലങ്ങളെ ഇന്ദ്രൻ ഇത്തരത്തിൽ റിസോൾവ് ചെയ്തിട്ട് ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ് വെർട്ടിക്കൽ കോമ്പോണൻ്റായിട്ട് വിഭജിച്ചിട്ടാണ് ആ വഴിയിലൂടെ ഇന്ദ്രൻ മുന്നോട്ടേക്ക് രഥത്തെ നയിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം ഇന്ദ്രനും ഋതുക്കളുടെ സഹായത്താലാണ് യജ്ഞങ്ങൾ പൂർത്തീകരിക്കുന്നത്. മാതാപിതാക്കൾക്ക് വേണ്ടി യുവാക്കളുടെ അവസ്ഥയെ പ്രാപിച്ചു. മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ പ്രായമായവർ. അപ്പോൾ ഒരു ബലം, ആ ബലത്തെ യുവാക്കളാക്കാൻ അതിനെ ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ ചെറിയ 2 എണ്ണമാണ്, ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റും വെർട്ടിക്കൽ കോമ്പോണൻറ്റും. പക്ഷേ അത് യുവാക്കളാണ്. അതിനെ വെച്ചിട്ടാണ് നമുക്ക് കണക്കെല്ലാം കൂട്ടാൻ പറ്റുക. അല്ലാതെ ഒരു ബലത്തെ വെച്ചിട്ട് നമുക്ക് കണക്കൂട്ടിയെടുക്കാൻ പാടാണ്. നേരെ മറ്റേ അതിനെ ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ട് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് യുവാക്കൾ. മാതാപിതാക്കളെ യുവാവസ്ഥയിലേക്ക് പ്രേരിപ്പിക്കുന്നു. ഈ ആക്സസിൻ്റെ അടിസ്ഥാനത്തിൽ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ കോമ്പോണൻ്റായിട്ട് റിസോൾവ് ചെയ്യുന്നു. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ റിസോൾവ് ചെയ്തിട്ടാണ് അപ്പോൾ ആ ബലങ്ങളിൽ യുവാക്കളായി മാറും. അവർക്ക് നല്ല ദിശാബോധമുണ്ട് എങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റിന് കല്ലിനെ ഹൊറിസോണ്ടലായിട്ട് നീക്കാനാണ് താല്പര്യം, വെർട്ടിക്കൽ കോമ്പോണൻറ്റിന് വെർട്ടിക്കലായിട്ട് നീക്കാനാണ് താല്പര്യം. പക്ഷേ ചെരിഞ്ഞുള്ള വരുന്നാണെങ്കിൽ അതിൽ രണ്ടുമുണ്ട്. പൈക്കുട്ടിയോടുകൂടെ വസിക്കുന്നതിനായി തള്ളപ്പശുവിനെയും സഹായിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ തള്ളപ്പശു എന്ന് പറയുന്നത് യഥാർത്ഥ ബലം, ഒരു ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നത് ഇതെങ്ങനെ നേർക്ക്. അതിനെ ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ്, വെർട്ടിക്കൽ കോമ്പോണൻറ്റ് ഇങ്ങനെ ചെറുതായിട്ട് മാറ്റിയിട്ട് ഈ തള്ളപ്പശുവിൻ്റെ കൂടെ ഈ ചെറിയ പശുക്കളും ഒന്നിച്ച് സഞ്ചരിക്കും. അതാണ് ട്രയാങ്കുലർ ലോ. ഇത് ശരിയായ തള്ളപ്പശു, അതിനെ ഇങ്ങനെ ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ്, ഇത് വെർട്ടിക്കൽ കോമ്പോണൻറ്റ്. അപ്പോൾ ഒരു ട്രയാങ്കിളായിട്ട് വരും. അതിനാണ് ട്രയാങ്കുലർ ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പശുവിൻ്റെ കൂടെ മറ്റേ 2 കുട്ടി പശുക്കളും കാണും. ഇത് ചേർന്നിട്ടാണ് ഒരു ബലത്തെ ഇങ്ങനെ 3ആയിട്ട് കണ്ടുകൊണ്ടാണ് അനലൈസ് ചെയ്യുക. എല്ലാം മാത്സ് വിഷയങ്ങളാകുമ്പോൾ വിഷയം കുറച്ച് കട്ടിയാവും. സാധാരണ സയൻസിനെ അപേക്ഷിച്ചിട്ട് മാത്സിലേക്ക് കിടക്കുമ്പോൾ സംഗതി കുറച്ച് കട്ടിയാണ്.
നേരെ മറിച്ച് മാത്സ് നല്ലോണം അറിയുന്നവർക്കാണെങ്കിൽ ഇത് പറയുമ്പോൾ പെട്ടെന്ന് സംഗതി പിടികിട്ടും. ഇനി 2 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 111 ആനോ യജ്ഞായ തക്ഷത ഇർഭുമദ്വയ കൃത്വേ ദക്ഷായ സുപ്രജാപതീമിഷം യഥാക്ഷമാം ക്ഷയാമ സർവവീരയാ ഇഷാ തന്ന ശർദ്ധായ താസഥാസ് ഇന്ദ്രിയം. യജ്ഞകർമ്മങ്ങൾക്കായി ഞങ്ങൾക്ക് ആരോഗ്യത്തെ പ്രദാനം ചെയ്യാനും കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള ശക്തി നൽകാനും അന്നത്തെ സൃഷ്ടിക്കാനും ഞങ്ങൾക്ക് വീരസന്താനങ്ങളെ നൽകാനും അനുഗ്രഹിക്കണമേ എന്ന് ഋഭുക്കളോട് അപേക്ഷിക്കുന്നു. ഋഭുക്കളോട് പറയുകയാണ്, യജ്ഞകർമ്മങ്ങൾക്കായിട്ട് ഞങ്ങൾക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുക. യജ്ഞം ചെയ്യണ്ടെങ്കിൽ, കർമ്മം ചെയ്യണ്ടെങ്കിൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് കർമ്മം ചെയ്യുക. അപ്പം വലിയ കർമ്മങ്ങളെല്ലാം ചെയ്യണ്ടെങ്കിൽ ഈ ബലങ്ങളെയെല്ലാം ബലം ഉപയോഗിച്ചിട്ടാണല്ലോ കർമ്മം ചെയ്യുക. ആ ബലത്തിനനുസരിച്ചാണ് കർമ്മങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഈ ബലത്തെ നമ്മൾ ഇങ്ങനെ ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ട് റിസോൾവ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ മാത്സിൽ. അതിനാണ് ഋതുക്കളെ ആശ്രയിക്കുന്നത് എന്ന് പറയുന്നത്. ആക്സസ് വരച്ചിട്ട് ഈ ബലങ്ങളെ അതിനനുസരിച്ച് റിസോൾവ് ചെയ്തെടുക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരോഗ്യം പ്രദാനം ചെയ്യണം. അപ്പം ഈ സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാത്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടുപോകാൻ പറ്റും. കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് ശക്തി വേണം. ശക്തി എന്ന ബലം. ഈ ബലത്തെയാണ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഋതുക്കളെ ഉപയോഗിക്കുന്നത്, അനാലിറ്റിക്കൽ ജോമെട്രി ഉപയോഗിക്കുന്നത്. കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ബലം. എന്ത് കർമ്മം അനുഷ്ഠിക്കണമെങ്കിലും ബലം പ്രയോഗിക്കണം. നമുക്കറിയാലോ, ഒരു കല്ലിനെ പൊട്ടിക്കണം. എങ്ങനെ പൊട്ടിക്കണം? നേരെ പൊട്ടിക്കണമെങ്കിൽ ബലം എങ്ങനെ നേർക്ക് പ്രയോഗിക്കണം. ചെരിച്ചു പൊട്ടിക്കണ്ടെങ്കിൽ ചെരിച്ചടിക്കണം. ഒരു പഴം നേർക്ക് മുറിക്കണ്ടെങ്കിൽ നേർക്ക് ബലം പ്രയോഗിക്കണം. ചെരിച്ച് മുറിക്കണ്ടെങ്കിൽ ഇങ്ങനെ ചെരിച്ച് പ്രയോഗിക്കണം. അപ്പം ബലം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പൊട്ടിക്കുകയും ചേർക്കുകയും ചെയ്യുന്നതാണ് ഒരു യഥാർത്ഥത്തിൽ കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുക, കൂട്ടിച്ചേർക്കുക. ഒരു വസ്തുവിനെ വേറെ ഒന്നാക്കാൻ വേണ്ടിയിട്ട് അതിനെ പൊട്ടിച്ച് പ്രത്യേക തരത്തിലെല്ലാം പൊട്ടിച്ച് കൂട്ടിച്ചേർത്തിട്ടാണ് ആക്കുക. ഈ പൊട്ടിക്കാനും കൂട്ടിച്ചേർക്കാനാണ് ബലം പ്രയോഗിക്കുന്നത്. ഈ ബലത്തെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്സസിൻ്റെ അടിസ്ഥാനത്തിൽ റിസോൾവ് ചെയ്തിട്ടാണ് നമ്മളെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ശക്തി വേണം. അതിനാൽ ശ്രേഷ്ഠവും പ്രജായുക്തവുമായ അന്നത്തെ സൃഷ്ടിക്കും. അപ്പോൾ ഈ ബലത്തിലൂടെയാണ് നമ്മൾ അന്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്നാണ് പ്രൊഡക്റ്റ്. നമുക്ക് വേണ്ട വസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ബലത്തിലൂടെയാണ്. അങ്ങനെ നമുക്ക് വീരസന്താനങ്ങളെയെല്ലാം നൽകുവാൻ പറയുകയാണ്. നമ്മൾ പുരോഗതിയിലേക്ക് നേടുമ്പോൾ നമുക്ക് വീരസന്താനങ്ങൾ, അങ്ങനെ നമ്മുടെ വംശം അങ്ങനെ വർദ്ധിക്കും. ഇനി 3 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 111 ആതക്ഷദാസാദിമസ്മഭ്യമർഭവ സാദിം രഥായ സാദിം അർവദേ നര സാദിംനോ ജൈത്രീംസം മഹേത വിശ്വഹ ജാമിമം അജാമീം പൃഥനാസു സക്ഷണീം. ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ രഥത്തിനു വേണ്ടിയും ഞങ്ങളുടെ കുതിരകൾക്ക് വേണ്ടിയും അന്നദാനാദികളെ ദാനം ചെയ്യാൻ ഋഭുക്കളോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് വിജയം നൽകുന്നതിനും ശത്രുക്കളെ അമർച്ച ചെയ്യുവാൻ ഉള്ളതുമായ രക്ഷാസാധനങ്ങൾ വർദ്ധിപ്പിച്ചു തരയണമേ. ഋതുക്കളോട് പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ രഥത്തിന് വേണ്ടി. രഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ യജ്ഞം മുന്നോട്ടേക്ക് നയിക്കുന്നതാണ് ഈ രഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു യജ്ഞത്തെ മുന്നോട്ടേക്ക്, ഒരു കർമ്മത്തെ മുന്നോട്ടേക്ക് നയിക്കുക, അതാണ് രഥം. ആ രഥത്തിന് വേണ്ടിയും ഞങ്ങളുടെ രഥത്തിൻ്റെ കുതിരകൾക്ക് വേണ്ടിയും മുന്നോട്ടേക്ക് നയിക്കുവാൻ ബലം പ്രയോഗിക്കണം. ആ ബലത്തിന് വേണ്ടിയും
അന്നാദികൾ ദാനം ചെയ്യണേ. അത് എങ്ങനെയാണ് ഇതെല്ലാം നയിക്കുന്നത്? ഈ ഋബുക്കളുടെ സഹായത്തോടു കൂടി. അപ്പം ബലം വരുന്ന കേസിലെല്ലാം ഋബുക്കളെ ബലം പ്രയോഗിക്കുമ്പോൾ, ബലം എന്ന് പറഞ്ഞാൽ ഫോഴ്സിനെ നമ്മൾ റിസോൾവ് ചെയ്തിട്ടാണ് ഇങ്ങനെ ആക്സസിൻ്റെ എക്സ് ആക്സസിനും വൈ ആക്സസിനും എല്ലാം അടിസ്ഥാനത്തിൽ റിസോൾവ് ചെയ്തിട്ടാണ് ചെയ്യുക. എൻജിനീയറിങ്ങിൽ കുറേ ബീമെല്ലാം കാണാൻ ഇങ്ങനെ അതിൻ്റെ മേലെയല്ലേ വെയിറ്റെല്ലാം കയറ്റി വെക്കുന്നത്. അപ്പോൾ ഓരോ കമ്പിയിലൂട്ടി ആക്ട് ചെയ്യുന്ന ബലങ്ങളെയെല്ലാം അനലൈസ് ചെയ്തിട്ട് വേണം ഓരോ കമ്പിയിൽ ഇങ്ങനെ മുകളിൽ കണ്ടിട്ടില്ല, ഇങ്ങനെ കമ്പി ഇങ്ങനെ ക്രോസെല്ലായിട്ട് വെച്ചിരിക്കുന്നത്. അതിനല്ലേ എത്ര ബലമുള്ള കമ്പി ഉപയോഗിക്കണം, അതിൽ ഓരോന്നിൽ എത്ര ബലം വരുന്നതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള കമ്പി വേണം ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ എന്തായിപ്പോൾ പൊട്ടിപ്പോവും, ചില കമ്പികൾ പൊട്ടിപ്പോവും. അപ്പം ഓരോന്നിനും എത്ര കനം വേണം, അതെല്ലാം എഞ്ചിനീയറിങ്ങിനാണ്. ആ ബലങ്ങൾ, അവിടെ വരുന്ന ബലങ്ങൾ എത്ര വെയിറ്റാണ് കയറ്റി വെക്കുന്നത്, ആ വെയിറ്റ് ഈ കമ്പിയിൽ എത്ര ബലം, എത്ര ഭാഗം ഉണ്ടാകും, അതെല്ലാം നോക്കിയിട്ടാണ് ആ കമ്പിൻ്റെ എല്ലാം വണ്ണം തീരുമാനിക്കുന്നത്. കമ്പിക്ക് എത്ര വണ്ണം വേണം. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് എന്നെല്ലാം പറയും. അവിടെ ഇതെല്ലാം അനലൈസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എക്സ് ആക്സസ് വൈ ആക്സസിൽ ഓരോ ബലങ്ങളെയും റിസോൾവ് ചെയ്തിട്ടാണ് ഓരോ കമ്പിയിലുള്ള സ്ട്രെസ്സും സ്ട്രെയിനും എല്ലാം കണക്കൂട്ടുന്നത്. അല്ലൊരു വലിയ കോംപ്ലിക്കേറ്റഡ് വിഷയമാണ്. അതാണ് എഞ്ചിനീയറിങ്ങിൻ്റെ അടിസ്ഥാനമാണ് ഈ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ അനലൈസിസ്. അതാണ് അനാലിറ്റിക്കൽ ജോമെട്രീൻ്റെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ്. ഈ അനാലിറ്റിക് ജോമെട്രിയിൽ വരുന്ന 3 ആക്സസിനെയാണ് ഇവിടെ ഋബുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ ഉണ്ടാക്കുന്ന രഥത്തിന് വേണ്ടി, ഒരു രഥം ഉണ്ടാക്കണം എന്ന് വെച്ചാൽ രഥത്തിൽ എന്തെല്ലാം ഉണ്ട്. ഒരു സൈക്കിൾ തന്നെ നോക്കിക്കോളൂ. സൈക്കിളിൻ്റെ എത്ര കമ്പികളുണ്ട്. ഇങ്ങനെ ഒരു കമ്പി കാണാം, ഇങ്ങനെ ഒരു കമ്പി കാണാം, ഇങ്ങനെ ഒരു കമ്പി കാണാം. ഇതിൻ്റെ അത് കയറിയിരിക്കുന്ന ആൾക്കാരുടെ എല്ലാം വെയിറ്റ് എല്ലാ കമ്പിയിലും ഒരുപോലെയല്ല. എല്ലാ കമ്പനിയിലും ഒരുപോലെയല്ല. ചില കമ്പിയിൽ കുറച്ചേ വേണ്ടൂ. അപ്പോൾ ആ കമ്പി വലിയ കമ്പി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ചെറിയ കമ്പി മതി, അതിന് യോജിച്ച കമ്പി മതി. ചിലയിടത്ത് വലിയ വെയിറ്റ് വരും, അപ്പോൾ അവിടെ വലിയ കമ്പി വെക്കണം, സ്ട്രോങ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം എങ്ങനെ അനലൈസ് ചെയ്തെടുക്കുന്നത്? ഒരാളിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ അതിൻ്റെ ബലം ഓരോ ഭാഗത്തേക്ക് എങ്ങനെ പോകുന്നു എന്ന് കണക്ക് കൂട്ടിയിട്ടാണ് ഓരോ കമ്പിക്കും ഇത്ര കനം വേണമെന്ന് തീരുമാനിക്കുന്നത്. അത് വലിയൊരു എൻജിനീയറിങ്ങിൻ്റെ വലിയ ക്വസ്റ്റ്യൻസ്. അത് സിവിൽ എൻജിനീയറിങ്ങിൽ, എല്ലാ എൻജിനീയറിങ്ങിലും ബേസിക്കലി അത് പഠിച്ചിരിക്കണം. സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അതല്ലേ ഈ അനാലിറ്റിക് ലോമിലുള്ള തത്വങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള അനലൈസിംഗ് ആണ്. അതായത് ആക്സസിനെ അടിസ്ഥാനത്തിൽ തിരിച്ചിട്ട് റിസോൾവ് ചെയ്തിട്ടാണ് കാണുന്നത്. ഈ വാക്കുകളെല്ലാം വരുമ്പോഴും മാത്സ് വരികയാണ്, പറയാതിരിക്കാൻ വേറെ വഴിയില്ല. പറയാതെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന? അപ്പോൾ കുതിരകൾക്ക് ശക്തിക്ക് അന്നദാനാദികളെ ദാനം ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് വേണ്ട ലക്ഷ്യം നാളെ സാധിക്കുന്നത്. ഞങ്ങൾക്ക് വിജയം നൽകുക, അങ്ങനെയാണ് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യത്തിൽ വിജയം നേടുന്നത്. അല്ലാതെ ഒരു സൈക്കിൾ ഉണ്ടാക്കിയിട്ട് ഒരു കമ്പിൻ്റെ കനം കുറഞ്ഞു പോയാൽ ഓടിക്കുമ്പോൾ അവിടെ വെച്ച് പൊട്ടിയെന്ന് താഴത്ത് കുത്തി വീഴും. ശത്രുക്കളെ അമർച്ച ചെയ്യുവാനുള്ളതുമായ രക്ഷാസാധനങ്ങൾ വർദ്ധിപ്പിച്ചതിന് ശത്രുക്കളെ അമർച്ച ചെയ്യുക. ശത്രുക്കളെ അമർച്ച ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഇസ്രയേലിലാണെന്ന് വെച്ചോളൂ, നമ്മളെ ശത്രു ഇറാനാണെന്ന് വെച്ചോളൂ. ഇവിടുന്ന് ഇറാൻ്റെ ആ ഒരു പട്ടാള ക്യാമ്പിലേക്ക് റോക്കറ്റ് ഇവിടുന്ന് വിടേണ്ടിക്ക് എങ്ങനെയാണ് വിടുക? നേർക്ക് ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ പറ്റില്ല. ഒന്നാമത് വിടാൻ പറ്റില്ല, പോകുന്ന വഴിക്കെല്ലാം മരങ്ങളെല്ലാം ഉണ്ടാവും, അങ്ങെത്തൂല്ല. പിന്നെ ഇങ്ങനെ പോയിട്ടാണ് ഞാൻ വിടുന്നത്. അതെങ്ങനെ അവിടെ പോയി കൃത്യമായിട്ട് കൊള്ളുന്നത്? അപ്പം നമുക്ക് പോകുന്ന എങ്ങനെയും പോകാം. ഇപ്പം എനിക്ക് ഈ മൊബൈലിലേക്ക് പോകണ്ടെങ്കിൽ ഇവിടുന്ന് നേരെ ഇങ്ങനെ പോകാം. നേരെ പോയാലോ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ആർക്കെങ്കിലും അടിക്കണ്ടെങ്കിൽ ഇവൻ ഈ വഴിയിലൂട്ടിയാൽ പോകുകയെന്ന് വെച്ചിട്ട് അടിക്കാം. നേരെ മറിച്ച് ഇങ്ങനെ പോകാതെ വേണമെങ്കിൽ ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയിട്ട് ഇടിയെത്ത അവസാനം. അതിനെയാണ് പല ആക്സസിൽ, അതാണ് അവിടെയാണ് ആക്സസ് എന്ന് വരുന്നത്. എക്സ് ആക്സസ്
ആദ്യം ഇത്ര ഡിഗ്രി എക്സ് ആക്സിൽ നിന്ന് തിരിഞ്ഞ് പിന്നെ ഇങ്ങനെ തിരിച്ച് പിന്നെ ഇങ്ങനെ തിരിച്ച് അങ്ങനെ കണക്കൂട്ടിയിട്ട് അവസാനം ഇവിടെ എത്തിപ്പിക്കും. അപ്പോൾ ഇതെല്ലാം ആക്സസിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരിച്ച് കണക്കൂട്ടിയിട്ട് അനലൈസ് ചെയ്തിട്ടാണ് ഇവിടുന്ന് വിടുമ്പോൾ അതെങ്ങനെയല്ലോ കറങ്ങി ചെന്നിട്ട് അവസാനം എത്തുന്ന അവിടെ തന്നെ എത്തും. അപ്പോൾ ശത്രുക്കളെ ജയിക്കാൻ ഈ മാർഗം നമ്മളെ സഹായിക്കണേ, രക്ഷാസാധനങ്ങൾ വർദ്ധിപ്പിക്കണേ. ഇനി 4 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 111-4 ഋഭുക്ഷണം ഇന്ദ്രമാഹൂവ ഊദയാ ഇർഹുന്ന ജാനമരുത സോമപീതയേ ഉഭാമിത്ര വരുണാനൂനമശ്വിന തേനോ ഹിന്നൊന്തു സാധയേധി ഏജിഷേ. എൻ്റെ രക്ഷയ്ക്കും അതുപോലെ സോമപാനത്തിനും വേണ്ടി ഇന്ദ്രൻ, ഇർഭുഗണം, മരുദ്ഗണം, മിത്രൻ, വരുണൻ, അശ്വിനികൾ ഇവരെല്ലാം ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഇവർ ധനപ്രാപ്തിക്കും ഉത്തമ ബുദ്ധിക്കും ജയലാഭത്തിനും വേണ്ടി നമ്മെ സഹായിക്കണമേ. എൻ്റെ രക്ഷക്കായിട്ട് അപ്പോൾ അതുകൊണ്ട് സോമപാനത്തിനായിട്ട് ഇന്ദ്രനെ വിളിക്കുന്നു. ഇന്ദ്രനാണ് എല്ലാം യോജിപ്പിക്കുന്ന, അവിടെ ഏകോപിപ്പിക്കുന്ന ശക്തി. ഋഭുഗണം, ഋഭുക്കൾ, ഈ ആക്സസുകളെല്ലാം സഹായിക്കുന്നുണ്ട്. അതിനെ അനാലിറ്റിക്കൽ ജോമെട്രി എന്ന് വേണമെങ്കിൽ അറിയുന്നവരൊക്കെ പറയാം. മരുദ്ഗണങ്ങൾ, പ്രപഞ്ചത്തിലെ മരുത്തുക്കളുണ്ട്, നമ്മളെല്ലാം നിയന്ത്രിക്കുന്ന. പ്രപഞ്ചം 7 ലോകമാണ്, ഓരോന്നിലും 9 മരുത്തുക്കൾ, 7 മരുത്തുക്കൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ 49 മരുത്തുക്കൾ കൂടിയതാണ് ഈ പ്രപഞ്ചം. അതിന് മുമ്പ് പറഞ്ഞു. മിത്രൻ എന്ന് പറഞ്ഞാൽ അനുകൂലമായ സാഹചര്യം. വരുണൻ ഓർബിറ്റുകളാണ്, ആറ്റത്തിലെ ഓർബിറ്റുകൾ, ഇതെല്ലാം അതിൻ്റെ അകത്ത് പങ്കെടുക്കുന്നുണ്ട്. അശ്വനികൾ ബലങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇവരെയെല്ലാം ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഇവരെല്ലാം കൂടിയിട്ടാണ് ഒരു യജ്ഞത്തിൽ നമ്മളെ സഹകരിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന യജ്ഞങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത്. ഇവർ ധനപ്രാപ്തി നേടിത്തരും, ധനം നേടിത്തരും. നമ്മളെ യജ്ഞങ്ങളെ ലക്ഷ്യത്തിലെത്തിച്ചിട്ട് നമുക്ക് വിറ്റിട്ട് കാശുണ്ടാക്കാം, പുതിയ വസ്തുക്കൾ. ഉത്തമ ബുദ്ധി നൽകും, ജയലാഭത്തിനു വേണ്ടി നമ്മളെ സഹായിക്കണേ. നമ്മളെ കാര്യങ്ങളെല്ലാം സാധിക്കാൻ വേണ്ടി ഇവരെല്ലാം സഹായിക്കണേ. നമ്മളൊരു യജ്ഞത്തെ സഹായിക്കുന്ന ഘടകങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട ഇവിടെ പറയുന്നത് മാത്സിലെ അനലിറ്റിക്കൽ ജോമെട്രി, ആക്സസ്, ഇതിനെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ്. ഇനി 5 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 111-5 ഇർബുർഭരായസം ശിശാതു സാദിം സമര്യജിത് വാചോ അസ്മാമവിഷ്ടോ തന്നോ മിത്രോ വരുണോ മാമഹന്താമതിഥി സിന്ധു പൃഥ്വീമുദദ്യൗഹു. ഋഭുക്കൾ യുദ്ധത്തിനു വേണ്ടി നമുക്ക് ധനം നൽകണമേ. യുദ്ധങ്ങളെ വിജയിപ്പിക്കുന്ന വാജൻ നമ്മുടെ രക്ഷകനായിരിക്കണമേ. മിത്രൻ, വരുണൻ, അതിഥി, സമുദ്രം, പൃഥിവി, ആകാശം എല്ലാം നമ്മുടെ പ്രാർത്ഥനയെ അനുമോദിക്കണമേ. ഋഭുക്കൾ യുദ്ധത്തിന് വേണ്ടി നമുക്ക് ധനം നൽകണേ. യുദ്ധം ചെയ്യാനുള്ള ധനം ഉണ്ടെങ്കിലല്ലേ യുദ്ധം ചെയ്യാൻ പറ്റും. ധനം ചെയ്യാനുള്ള ഇങ്ങനെ ബോംബുകളെല്ലാം ഉണ്ടാക്കിയിട്ട്, റോക്കറ്റെല്ലാം മിസൈലെല്ലാം ഉണ്ടാക്കിയിട്ട് വിട്ടാൽ യുദ്ധത്തിൽ ജയിക്കാം. ഇതിന് ധനമെല്ലാം ആവശ്യമുണ്ട്. യുദ്ധങ്ങളെ വിജയിക്കുന്ന വാജൻ എന്ന് പറയുന്നത് ഇവിടെ 3 ഋഭുക്കളിലുള്ളത് 1. അത് നമ്മളെ രക്ഷകനായി തീരണേ. അപ്പം നമ്മൾ ആക്സിസിൻ്റെ അടിസ്ഥാനത്തിൽ ബാണത്തെ പ്രയോഗിക്കുന്നത് പല ഡയറക്ഷനിലൂടെയാണ്. നമ്മൾ ആദ്യം മിസൈൽ കൊടുത്ത് ഇങ്ങനെയാണ് വിടുക. നേർക്കങ്ങ് പോയി കഴിഞ്ഞാൽ എടിയത്ത് അങ്ങ് ശത്രുവിൻ്റെ അടുത്തൊന്നുമല്ല വരാം. പിന്നെ അത് പോകുന്ന ഒരു വഴി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വഴിയിലൂടെയാണ് അത് പോവുക. ഓൾറെഡി ആ പ്ലാന് ഏത് വഴിയിലൂടെ പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ട് ഇവിടുന്ന് തുടങ്ങി അവിടെ എത്താൻ. ഇപ്പം നമ്മളെ വീട്ടിലെത്തണം എന്ന് വെച്ചോ, പല വഴിയിലൂട്ടി പോവുക, പല വഴികളുണ്ടാകും.
അപ്പോൾ ഏതോ വഴിയിലൂടെ പ്ലാൻ ചെയ്തിട്ട് വിടണം. അപ്പോൾ അത് അതേ വഴിയിലൂടെ പോയിക്കോളും. അത്രയും കൃത്യമായിട്ട് അതെല്ലാം കോർഡിനേറ്റ് ജോമെട്രിയിലാണ്. അപ്പം വിജയിപ്പിക്കുന്ന വര നമ്മുടെ രക്ഷകനായി തീരണേ. മിത്രൻ, വരുണൻ, അതിഥി, സമുദ്രം, പൃഥ്വി, ആകാശം എല്ലാം നമ്മുടെ ഈ പ്രാർത്ഥനയെ അനുമോദിക്കണേ. അവരെല്ലാം നമ്മളിങ്ങനെ യജ്ഞങ്ങൾ അനാലിറ്റിക്കൽ ജോമെട്രി ഉപയോഗിച്ച് സ്ട്രെസ്സും സ്ട്രെയിനും എല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് എൻജിനീയറിംഗ് പരമായ വലിയ വലിയ വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും ഭംഗിയായിട്ട് അല്ലെങ്കിൽ ഇവിടെ ഇരുന്നു കൊണ്ട് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു കെട്ടിടത്തിലേക്ക് നമ്മൾ ബോംബ് വിടുകയാണ്, അത് മിസൈൽ വിടുകയാണ്. മിസൈൽ വിടുന്നതും നേർക്ക് അങ്ങോട്ട് പോവുകയല്ല ചെയ്യുന്നത്, നമ്മളതിൻ്റെ വഴി നിശ്ചയിക്കും. ഇന്ന വഴിയിലോട്ട് ആദ്യം വടക്കോട്ട് പോകണം, പിന്നെ തെക്കോട്ട് പോകണം, പിന്നെ പടിഞ്ഞാറോട്ട് പോകണം, ഇങ്ങനെ ചുറ്റിയിട്ട് അവിടെ പോയി വീഴണം. നേർക്ക് പോയാൽ അറ്റവും നിന്നെ അടിച്ചിട്ടേക്കും. അതുകൊണ്ട് അങ്ങനെ പോകരുത്, ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞു വരും. കുട്ടികൾ കണ്ടിട്ടില്ലേ, ഓടുന്നവർ നേർക്ക് ഓടിയാൽ പിടിക്കാൻ എളുപ്പമാണ്. ഇങ്ങനെ തോന്നുന്ന മാതിരി ഓടിക്കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ്. അതുമാതിരിയാണ് മിസൈൽ പോകുന്നത്. അപ്പോൾ ഇവരെല്ലാം ഭൂമിയിലുള്ള എല്ലാ മറ്റുള്ള ദേവതകളെല്ലാം നമ്മളെന്ത് ചെയ്യും, അനുമോദിക്കും. അവൻ്റെ ബുദ്ധി ഭയങ്കരം തന്നെ. അപ്പോൾ ഇതെല്ലാം ഏതിൻ്റെ സംഭാവനയാണ്? ഋബുക്കളുടെ സംഭാവനയാണ്. ആധുനിക സയൻസിൽ പറഞ്ഞാൽ അനാലിറ്റിക്കൽ ജോമെട്രി അല്ലെങ്കിൽ സ്ട്രെസ് സ്ട്രെയിൻ എല്ലാം അനലൈസ് ചെയ്യുന്ന റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ് ഇങ്ങനെയെല്ലാം കുറേ വിഭാഗങ്ങളുണ്ട് എഞ്ചിനീയറിംഗ്. അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കുറച്ച് കട്ടികൾ. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞു എഞ്ചിനീയറിങ്ങിലുള്ള പല വിഷയങ്ങളും ഇല്ലാത്തതുണ്ട്. അല്ലാതെ വേദങ്ങൾ ഇതെല്ലാം എടുത്തിട്ട് പണ്ടുള്ള ആൾക്കാരെടുത്തിട്ട് വായിച്ചു നോക്കി എവിടെ മനസ്സിലാകണം. ഇതെല്ലാം ഈ അടുത്ത കാലത്തല്ലേ. ഇത് എഴുതിയവർക്ക് ഇതിനെപ്പറ്റി എല്ലാം ജ്ഞാനമുണ്ട്. അതൊരു പ്രളയം കഴിഞ്ഞിട്ട് വന്നവരെ എഴുതിയതാണ്. അതിൻ്റെ ശേഷം കുറേ കാലം കഴിയുമ്പോൾ പ്രളയം കഴിഞ്ഞ് വന്നവർ ബാക്കിയുള്ള ജനത്തിനൊന്നും വലിയ വിവരമൊന്നും ഉണ്ടാവില്ല. അവർക്ക് ഇതെടുത്ത് വായിച്ചു നോക്കിയാലൊന്നും മനസ്സിലാകാൻ പോകുന്നില്ല. അവർ വായിക്കുമെന്ന് എന്തെല്ലോ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതിനെ ആത്മീയമാക്കി. നമ്മളീ ആത്മീയം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇവിടെ കണ്ടോ? കാണുന്നുണ്ടെങ്കിൽ ആത്മാവിനെ കണ്ട. ആത്മാവെന്താണ്? അതൊരു പ്ലാനാണ്. ആത്മാവെന്ന് പറഞ്ഞാൽ പ്ലാനാണ്. നമ്മളെ ഒരു സോഫ്റ്റ്വെയറാണ്. നമ്മളെ പ്ലാൻ ഒരു കമ്പ്യൂട്ടറിൽ ഒരു പ്ലാനുണ്ട്. അതിനാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അത് നമ്മളെ പോലെ തന്നെ നമ്മളെ ശരീരം പ്രവർത്തിക്കേണ്ട ഒരു പ്ലാൻ എവിടെയുണ്ട്? നമ്മളെ ഹൃദയത്തിൽ ആക്ട് ചെയ്യുന്നുണ്ട്, ഗ്രഹങ്ങളിലൂടെ, നാഡികളിലൂടെ. അതേപോലെ തന്നെ നമ്മളെ ജീനിൻ്റെ അകത്തൊരു പ്ലാനുണ്ട്, നമ്മളെങ്ങനെ വളരണം. ആ ജീനിനെ അനുസരിച്ചിരിക്കും അത് പട്ടിയായിട്ടോ പൂച്ചയായിട്ടോ മാവായിട്ടോ തെങ്ങായിട്ടോ വളരുന്നത്. അപ്പം അങ്ങനെയുള്ള പ്ലാനിനാണ് ആത്മാവ് എന്ന് പറയുന്നത്. അതിലെല്ലാം എന്താ സയൻസ് ഉള്ളത്? പ്രപഞ്ചഭേദിൽ നിന്നുണ്ടായി ഏതോ ഒരു സാധാരണ അതിൻ്റെ രൂപമില്ല, ഭാവമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റില്ല. അതാണ് ബ്രഹ്മം അല്ലെങ്കിൽ ഈശ്വര. അതിലെന്താ ആത്മീയമുള്ളത്? നമ്മളിന്ന് പുറത്ത് കേൾക്കുന്ന ആത്മീയല്ല എന്താണ്? അജ്ഞതയിൽ നിന്നും ഈ പുസ്തകങ്ങളൊന്നും വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത കുരുടന്മാർ ആനയെ കണ്ടിട്ട് വർണ്ണിച്ച പോലെ എന്തെല്ലോ പറഞ്ഞുണ്ടാക്കി നമ്മളതുമായിട്ട് നടക്കുകയാണ്. അല്ലാതെ ഇതിലൊന്നും നമ്മളിപ്പോൾ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, 108 ഉപനിഷത്ത്, ഭാഗവതം ഇതെല്ലാം എടുത്തു നോക്കി നമ്മളീ പുറത്ത് കാണുന്ന ആത്മീയതയും ഒരു ചുക്കും. ആത്മീയത എന്ന് പറഞ്ഞ ഒന്ന് കാര്യമുണ്ട്. എല്ലാം ഉടുതുണി അടക്കം കളഞ്ഞിട്ട് നമുക്ക് ഈ ലോകമേ വേണ്ട എന്ന് പറയുന്നതാണ് ആത്മീയത, ബ്രഹ്മസാക്ഷാത്കാരം. അതിനെപ്പറ്റിയും അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ലോകം മിഥ്യയാണ്, ഇതിലൊന്നും അർത്ഥമൊന്നുമില്ല. ഇതെങ്ങനെ ആ ശക്തി ഉണ്ടാക്കിയും പൊളിക്കുകയും ഉണ്ടാക്കിയും പൊളിക്കും. കടപ്പുറത്ത് മണൽ കുട്ടികൾ വീടുണ്ടാക്കി കളിക്കുന്ന പോലെ. അതാണ് അത് കഷ്ടതയെ നമ്മളെ കർമ്മം ചെയ്യാനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്ക് കഷ്ടപ്പാടേ ഉണ്ടാവും. അതുകൊണ്ട് കഷ്ടപ്പാടുന്ന രക്ഷപ്പെടേണ്ട ഇതിൽ നിന്ന് മോചനം നേടിയിട്ട് നേരെ ബ്രഹ്മത്തെ ശരണം പ്രാപിച്ചോളൂ. എല്ലാം കളഞ്ഞിട്ട്, ബന്ധങ്ങളടക്കം കളഞ്ഞിട്ട്. അതാണ് ശരിയായ ആത്മീയത. അപ്പോൾ ഇതെല്ലാം കുറച്ച് ഇങ്ങനെയുള്ള വിഷയങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ കുറേ അങ്ങോട്ടെല്ലാം പോകുമ്പോൾ റോക്കറ്റ് ഉണ്ടാക്കുന്ന കാര്യം എങ്ങനെ ഉണ്ടാക്കണം എന്നെല്ലാം ഉള്ളതെന്നെല്ലാം നമ്മൾ കാണും. റോക്കറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, മെറ്റീരിയൽ എങ്ങനെ കട്ട് ചെയ്യണം, എങ്ങനെ ഹീറ്റ് ട്രീറ്റ് ചെയ്യണം. എന്താ ഹീറ്റ് ട്രീറ്റ് എന്ന് പറഞ്ഞാൽ അറിയാം, എത്രയൊക്കെ അറിയാം. എല്ലാം കെമിസ്ട്രിയും മറ്റേ ആദ്യം ഹീറ്റ് ട്രീറ്റ്മെൻറ്റും ഫിസിക്സും എല്ലാം പഠിക്കുന്നവർക്കാണ്
ഈ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയെല്ലാം അറിയാം. അതിനെപ്പറ്റിയെല്ലാം മെറ്റീരിയലെല്ലാം റോക്കറ്റ് ഉണ്ടാക്കുന്ന മെറ്റീരിയലെല്ലാം കട്ട് ചെയ്ത് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്യണം. വളരെ ഇതെല്ലാം പറ്റിയെല്ലാം വേദത്തിൽ പറയുന്നത്. ഇതെല്ലാം എവിടെയാണ്? സാധാരണ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവർക്ക് വായിച്ചാൽ മനസ്സിലാകുന്നു. ഇത് കണ്ടെത്താൻ പറ്റാത്ത കാലത്തിൽ എങ്ങനെയാണ് ഇതെല്ലാം മനസ്സിലാകുന്നത്? അതുകൊണ്ട് തന്നെയാണ് വേദങ്ങളൊന്നും ആരും തൊടാതെ കൂട്ടിവെച്ച് നടക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സൂക്തം അടുത്ത ക്ലാസ്സിൽ